ഉത്തർപ്രദേശിലേക്കാണ്. ഉത്തർപ്രദേശിൽ അടുത്തിടെ കുറേ മുസ്ലിം സംഘടനകൾ ഒരാവശ്യം ഉന്നയിച്ചിരുന്നു. കേൾക്കുമ്പോൾ ചിലപ്പോൾ വിചിത്രം, ഇതെന്താവശ്യം എന്നൊക്കെ തോന്നാം. അവരുന്നയിച്ച ഗോവധ നിരോധന നിയമം നടപ്പിലാക്കണമെന്നും പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്നുമായിരുന്നു. ഈ ആവശ്യത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മറുപടി കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ആവശ്യം അത് വേറെ ചില ബുദ്ധി അത്തരത്തിലുള്ള താല്പര്യങ്ങളുടെ പുറത്താണ്. നിലവിൽ പശു ഞങ്ങളുടെ ഞങ്ങളുടെ മാതാവാണ്. അത്തരത്തിൽ മാതാവും മക്കളും തമ്മിലുള്ള ബന്ധം അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് കൂടിയിട്ടാണ് പറയുന്നത്. മുസ്ലിം സംഘടനകൾ ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കാൻ കാരണം നമുക്കറിയാം, രാജ്യത്ത് പശുക്കടത്ത് ബീഫുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ആക്രമണങ്ങളും കൊലപാതകങ്ങളും അറിയാം. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള കൂടിയിട്ടാണ് അങ്ങനെ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചത്. ഈ വിഷയത്തിലേക്കാണ് നമ്മൾ. അജിംസ്, കേൾക്കുമ്പോൾ വിചിത്രം എന്ന് തോന്നുന്ന ഒരു കാര്യം, പക്ഷേ BJPക്കാർ മുമ്പോട്ട് പറയുന്നൊരു കാര്യം അത് നടപ്പിലാക്കണമെന്ന് മുസ്ലിം സംഘടനകൾ പറയുമ്പോൾ അതിനെ തള്ളിക്കളയുന്നൊരു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അത് യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ പശു രാഷ്ട്രീയം എക്സ്പോസ് ചെയ്യപ്പെട്ടൊരു വളരെ സുന്ദരമായൊരു നിമിഷമാണ് യോഗി ആദിത്യനാഥിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യയിൽ കൗസ്ലോട്ടർ, അതായത് ഗോവധം നിരോധിച്ചിട്ടുള്ള അപൂർവ സംസ്ഥാനങ്ങൾ, അപൂർവമല്ല, കുറേ അധികം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ സംസ്ഥാനം, നോർത്ത് ഈസ്റ്റ്, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലാണ് നിരോധിക്കാത്തതുള്ളൂ. അപ്പോൾ ഇത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ഗോവധ നിരോധനം സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. കേന്ദ്രത്തിൻ്റെ നിയമം ഉണ്ടാക്കിയിട്ടില്ല അതുവരെ. അത് ഒരു ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്നുള്ളതാണ് കേന്ദ്രം അതൊരു നിയമം ഉണ്ടാക്കാത്തത്. ആവശ്യമുള്ള സംസ്ഥാനം നടത്തിക്കോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഈ പശു രാഷ്ട്രീയത്തിൻ്റെ ഉപജ്ഞാതാവ് ശരിക്കും MS ഗോൾവാർക്കറാണ്. ഗോൾവാർക്കർ എങ്ങനെയാണ് പശു രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് എന്നതിനെക്കുറിച്ച് വർഗീസ് കുര്യൻ അദ്ദേഹത്തിന് ആത്മകഥയിൽ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ, ഇന്ത്യ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. വ്യത്യസ്ത തരം വിശ്വാസങ്ങൾ, വ്യത്യസ്ത തരം ആചാരങ്ങൾ, വ്യത്യസ്ത തരം ഭക്ഷണ രീതികൾ. ഈ എന്ത് പറഞ്ഞാലും ഇന്ത്യക്കാരെ ഒരു ഒറ്റ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അത് സംഘപരിവാർ നേരിട്ടൊരു വെല്ലുവിളിയായിരുന്നു ആ കാലത്ത്. RSS നേരിട്ട വെല്ലുവിളിയായിരുന്നു. അതായത് ഇപ്പോൾ ഭാരതാംബ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ നേരത്തെ കോൺഗ്രസ് ചെയ്തതാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസ് ചെയ്ത കാര്യമാണ്. ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ്, ഇന്ത്യൻ ദേശീയത എന്നുള്ളത് കോൺഗ്രസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ദേശീയതയിലേക്ക് ആളുകൾ കൊണ്ടുവന്നിട്ട് അവർക്ക് കാര്യമൊന്നുമില്ല. അപ്പോൾ സംഘപരിവാറിന് ഒരു കോമൺ പോയിന്റിലേക്ക് ഇന്ത്യക്കാരെ ഒരുമിപ്പിക്കണം. ഇന്ത്യക്കാരെ മീൻസ് ഹിന്ദുക്കളെ ഒരുമിപ്പിക്കണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ മാർഗം പശുവാണ് എന്ന് MS ഗോൾവാർക്കർ തിരിച്ചറിഞ്ഞു. അതിൻ്റെ കാരണം ഒട്ടുമിക്ക ഇന്ത്യൻ കുടുംബങ്ങളിലും പശുവുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖല എന്നുള്ള കൃഷിയാണ്. ഈ കൃഷിയെല്ലാം ആശ്രയിച്ച് നിൽക്കുന്നത് പശുവുമായി ബന്ധപ്പെട്ടാണ്. പശുവിൻ്റെ പാല് കറന്നു കൊടുക്കുന്നത് മാത്രമല്ല, പശുവിൻ്റെ ചാണകവും മൂത്രവും വളമായിട്ട് ഉപയോഗിക്കുന്നു, മറ്റ് കാളകളെ ഉഴുവാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ പലതരത്തിൽ പശുവുമായി ബന്ധപ്പെട്ട കാർഷിക വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളതെന്ന് തിരിച്ചറിയുകയും അപ്പോൾ പശുവിനെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, പശുവിനൊരു ദിവ്യത്വം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ പശുവുമായിട്ട് സാധാരണ മനുഷ്യർക്ക് പശുവുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാകും പശു വളർന്ന ആളുകൾക്ക്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, കയറി കൊളുത്തും എന്ന് മനസ്സിലാക്കിയ ഗോൾവാർക്കറാണ് ഈ ഗോവധ നിരോധനം എന്നുള്ള ആശയം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച ഈ ആശയങ്ങളോട് ഗോൾവാർക്കറോട് തന്നെ ഈ വർഗീസ് കുര്യൻ ആർഗ്യൂ ചെയ്യുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ച്. ഗോവധ നിരോധനം ഇന്ത്യയെ സംബന്ധിച്ച് സാമ്പത്തികമായി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ആഘാതമായിരിക്കും എന്നാണ് വർഗീസ് കുര്യൻ വാദിച്ചത്. അതിൻ്റെ കാരണം പശുവിനെ അറക്കാൻ പാടില്ല എന്ന് ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഈ കറവ പറ്റിയ പശുക്കളെ ആര് വളർത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. കാരണം കറവ പറ്റിയ പശുക്കളെ മേയാൻ വിടാൻ പോലുമുള്ള പുൽമേടുകൾക്ക് ഇന്ത്യയിലില്ല, പുൽമേടുകളില്ല. ഇതിനെ അഴിച്ചുവിടാൻ പറ്റിയുള്ള തരിശു നിലങ്ങളില്ല, അതിന് തിന്നാൻ പുല്ലില്ല. അത് വലിയ തോതിലുള്ളൊരു ഒരു ദുരന്തമായി മാറും എന്നാണ് വർഗീസ് കുര്യൻ പറഞ്ഞത്. നമ്മളത് കാണുകയാണ് ഇപ്പോൾ. നമ്മൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നിന്ന് കണ്ട ഒരു കാഴ്ച, ഒരു ഡംപ് യാർഡിൽ 100 കണക്കിന് പശുക്കളുടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. അതൊരു വീഡിയോയാണ്. ഇനി ഈ കറവറ്റിയ പശുക്കളെ സംരക്ഷിക്കാൻ സാധ്യമല്ലാത്ത ഒരു രാജ്യത്ത് ഗോവധ നടപ്പാക്കിയാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയണമെങ്കിൽ, ബോംബെയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഹൈവേ വഴി ഒന്ന് പോയാൽ മതി. ബോംബെ അഹമ്മദാബാദ് ഹൈവേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം വഴിയരികിൽ മുഴുവൻ ഹൈവേയുടെ നടുക്ക് പശുക്കളൊന്നും കിടക്കുകയായിരിക്കും. അതുണ്ടാക്കുന്ന വാഹനാപകടങ്ങൾ, അതുപോലെ ലോറിയൊക്കെ ഇടിച്ചിട്ട് പശുക്കൾ ചാവുന്ന അവസ്ഥ. ഇനി പശുക്കൾ ചത്താലോ, ഈ ചത്ത പശുക്കളെ ആരാണ് ഡിസ്പോസ് ചെയ്യുക? അതിന് മുനിസിപ്പാലിറ്റി ഒന്നും വരില്ല. അത് വരുന്നത് ആരാണെന്ന് വെച്ചാൽ തുകൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സമുദായങ്ങൾ, അത് പ്രത്യേകിച്ചും ദളിത് സമുദായങ്ങളായിരിക്കും. അവർ വന്ന് അതിൻ്റെ തൊലി ഉരിയും അതിനവിടെ ഡിസ്പോസ് ചെയ്യും. ഇതാണ് സംഭവിക്കുക. ഇനി ആ തൊലി ഉരിഞ്ഞാലോ ഈ ദളിതുകൾ തല്ലിക്കൊല്ലപ്പെടും. ഈ കൗസ്ലോട്ടറുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ, ഈ കൗ വിജിലാൻറ്റിസുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ 2 രീതിയിലാണ്. ഒന്ന്, മുസ്ലിങ്ങൾ പശു ഇറച്ചിയല്ല കഴിക്കുന്നത് സാധാരണ രീതി. ഉത്തരേന്ത്യയിലാണെങ്കിൽ അവർ കഴിക്കുന്നതാണ് ബഫല്ലോ മീറ്റാണ്. ബഫല്ലോ മീറ്റിന് നിരോധനമില്ല. പക്ഷേ ഈ ബഫല്ലോ മീറ്റ് കഴിച്ചാലും അവർ തല്ലിക്കൊല്ലപ്പെടും. അവർ പശുവിന് തിന്നണമെന്നൊന്നുമില്ല. മട്ടൺ കൈവശം വെച്ചതിനാണ് അഖലാഖിനെ തല്ലിക്കൊന്നത്. അത് മട്ടണായിരുന്നു കേട്ടോ, പശുവല്ല എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വിലപിച്ചത്. മട്ടണോ പശുവല്ല, ബീഫ് കഴിച്ചാൽ, ബീഫ് എന്ന് വെച്ചാൽ ബഫല്ലോ മീറ്റ് കഴിച്ചാൽ പോലും, കൈവശം വെച്ചാൽ പോലും അവർ ആക്രമിക്കപ്പെടും.
ഈ ബഫല്ലോ മീറ്റ് കൈവശം വച്ചില്ല, ഞാൻ ബീഫ് കഴിക്കുന്ന ഒരാളെ അല്ല എന്നൊരു മുസ്ലിം പ്രഖ്യാപിച്ചാൽ പോലും അവൻ ബീഫിനാൽ ആക്രമിക്കപ്പെടുന്നതിൽ രക്ഷപ്പെടില്ല. അവൻ്റെ പേരാണ് പ്രശ്നം, അവൻ്റെ ഐഡൻറ്റിറ്റിയാണ് പ്രശ്നം, ഇത് തിന്നുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആക്രമിക്കപ്പെടും. ദളിതുകളെ സംബന്ധിച്ച് അവർ പ്രധാനമായിട്ട് തുകൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ആളുകളാണ്. അവർക്ക് വേണ്ടത് ഇങ്ങനെ ചത്ത് കിടക്കുന്ന പശുക്കളുടെയൊക്കെ തൊലി ഉരിയോ അതുപോലും അവർക്ക് പ്രശ്നമാണ്, അവരുടെ ജീവന ഭീഷണിയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് ചില മുസ്ലിം സംഘടന, എല്ലാവരും അല്ല, ചില മുസ്ലിം സംഘടനകൾ സർക്കാരിന് മുമ്പിൽ ഒരു നിവേദനം കൊടുക്കുന്നത്. എന്താണ്? പശുവിന് ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കണം. ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചാൽ എന്താ സംഭവിക്കുക? അതിനെ സർക്കാർ സംരക്ഷിക്കണം. ഈ ഉപേക്ഷിക്കപ്പെടുന്ന പശുക്കളെ സർക്കാർ സംരക്ഷിക്കണം. ഗോവധ നിരോധനം രാജ്യത്തെമ്പാടും നടപ്പാക്കണം. ആരും കൊല്ലണ്ട. മുസ്ലിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് പശു ഇറച്ചി വേണ്ട എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളത് കഴിക്കുന്നില്ല എന്നാണ് പറയുന്നതിന് അർത്ഥം. അങ്ങനെ പ്രഖ്യാപിക്കുന്നതിന് എന്താണ് തടസ്സം? അപ്പോൾ പശുവിന് ദിവ്യത്വമുണ്ട്. ഞങ്ങളുടെ ആ വാക്ക് ശ്രദ്ധിക്കണം. യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഹമാര മാത എന്നാണ് പറയുന്നത്, നിങ്ങളുടെ അല്ല ഞങ്ങളുടെ. അവിടെ തന്നെ ഡിവിസീവ് പൊളിറ്റിക്സ് ആണ്. ഞങ്ങളുടെ മാതാവാണ്, അതിന് പ്രത്യേകിച്ച് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രഖ്യാപിച്ചാൽ എന്താ കുഴപ്പം? പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുഴപ്പം ഈ പശുവിനെ മുൻനിർത്തിയുള്ള ഈ കൊലപാതകങ്ങളും ഈ ഡിവിസീവ് പൊളിറ്റിക്സും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഗോൾവാർക്കർ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ കൗ പൊളിറ്റിക്സ്, പശു രാഷ്ട്രീയം എക്സ്പോസ് ചെയ്യപ്പെട്ടൊരു നിമിഷമാണെന്ന് യോഗി ആദിത്യനാഥിൻ്റെയും കഴിഞ്ഞ ദിവസം കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഘ്വാളിൻ്റെയും വാക്കുകളുടെ പുറത്തുനിന്ന്. അർജുൻ റാം മെഘ്വാൾ പറയുന്ന അത് ഞങ്ങൾക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല, അതൊരു സംസ്ഥാനം ഉണ്ടായിക്കോട്ടെ എന്നാണ്. അത് ഒഴിഞ്ഞു മാറുന്നതാണ്. സംസ്ഥാനങ്ങളുടെ അവകാശത്തിൽ, നിയമം ഉണ്ടാക്കാനുള്ള അവകാശത്തിൽ കടന്നു കയറാത്തൊരു സർക്കാരല്ല കഴിഞ്ഞ 13 വർഷമായിട്ട് ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം എന്ന് വെച്ചാൽ, ഇനി എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞങ്ങളത് പ്രഖ്യാപിക്കുകയില്ല, ഇങ്ങനെ ഒരു അൺസർട്ടൈനിൽ നിർത്തുക, ആളുകളത് ഉപയോഗിച്ചുകൊണ്ട് വിഭജിക്കുക, ആളുകളെ തല്ലിക്കൊല്ലുക, അതാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതൽ സംസാരിച്ച് ഇത് എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിഷാദ്, ഈ കഴിഞ്ഞ ഈദിൻ്റെ സമയത്ത് കുറേ വീഡിയോകൾ വൈറലായിരുന്നു. അതിൽ ഈ പശുക്കളുമായി വരുന്ന വാഹനങ്ങൾ മുസ്ലിം യുവാക്കൾ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അമ്മയെ വിൽക്കുന്നത്, വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടുമായിരിക്കും, പക്ഷേ ഞങ്ങളുടെ ജീവിതമാണ് കഷ്ടപ്പാടിലാകുന്നത്, പിന്നെ ഇവരെങ്ങനെ കെട്ടിയിട്ട് കൊണ്ടുപോകുന്നത് ശരിയാണോ എന്നൊക്കെ. ഈ ഒരു രീതിയിൽ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ തയ്യാറാകുന്ന ആളുകൾ കൂടി വരിക തന്നെയല്ലേ? അല്ല, ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് സംഘപരിവാർ ഇങ്ങനെ കൗ വിജിലാൻറ്റിസം നടപ്പിലാക്കുന്നു, അത് അമ്മ അല്ലെങ്കിൽ ഗോമാത എന്നൊക്കെ പറയുമ്പോൾ രാജ്യത്താകമാനമുള്ള ഹിന്ദുക്കൾ അതിൽ ആവേശഭരിതരായി തെരുവിലിറങ്ങി നിന്ന് പശുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടുകയാണ്. അവരെല്ലാവരും കൂടുതൽ ഗോരക്ഷാ ഗൂണ്ടകളായിട്ടോ ഗോരക്ഷാ ആവേശം മുത്തവരായിട്ടോ മാറിക്കൊണ്ടിരിക്കുന്നുമില്ല. സംഘപരിവാറിൻ്റെ അക്രമി സംഘമുണ്ട്. ആ അക്രമി സംഘം ഒരു കാരണമുണ്ടാക്കി തെരുവിലിറങ്ങി നിങ്ങളെ കൊല്ലാൻ നിൽക്കുകയാണ്. ഒന്നുകിൽ അവർ സംസ്ഥാനത്ത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരും, അതിൻ്റെ പേരിൽ നിങ്ങളെ പിടിക്കും, ഇടിക്കും, ചിലപ്പോൾ ജയിലിലും കൊല്ലും. അല്ലെങ്കിൽ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടാക്കും, ഇടിക്കും, നിങ്ങളെ കൊല്ലും. അതും അല്ലെങ്കിൽ അവർ ഗോവധ നിരോധനം പോലുള്ള സംഗതി കൊണ്ടുവരും, അല്ലെങ്കിൽ കാലി സംരക്ഷണം കൊണ്ടുവരും, ഇടിക്കും, കൊല്ലും. അപ്പോൾ അതിന് അവർക്ക് ഒന്നിനോടും ഒരു മമതയില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടുമുറ്റത്ത് ഇറച്ചി കൊണ്ടുവച്ചിട്ട് കേസ് കൊടുക്കാനൊരു യുവാവ് നോക്കിയത്. കാരണം അയാൾക്ക് ഒന്നിനോടും മമതയില്ല. അവർ കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വേണമെങ്കിലും മോശം സംഗതികൾ ചെയ്ത് സംഘർഷം ഉണ്ടാക്കും. അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. സംഘപരിവാറിൻ്റെ തലച്ചോറുമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരെ ഈ തരം ക്യാമ്പയിനുകൾ കൊണ്ട് തുറന്നു കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവർക്കറിയാലോ, അവർക്ക് പശുവിനോടൊരു സ്നേഹവുമില്ല. എന്ത് സ്നേഹം? 100 കണക്കിന് പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തിയ അജ്ഞൂസ് പറഞ്ഞു. അതുകൊണ്ട് അവർക്കൊരു സങ്കടമുണ്ടോ? അവർ പശുവിനെ ഉപയോഗിക്കുന്നത് നിങ്ങളെ കൊല്ലാനാണെന്ന്, നിങ്ങളെ ഇടിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. നിങ്ങളെ ഇടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പശുവും കൂടി ചത്താലും അവർക്കൊന്നുമില്ല. കാരണം അവർക്ക് വേണ്ടത് പശു എന്ന സംഗതി നിങ്ങളെ കൊല്ലാനുള്ള സാധനം. അവർക്ക് അതിനോട് യാതൊരു ഇമോഷനുമില്ല. ഇമോഷനുള്ള മനുഷ്യന്മാർ കാണും, പശുവിനെ വളർത്തുന്നവർ, പശുവിനെ ശരിക്കും ദൈവമായി കാണുന്നവരൊക്കെ ഇന്ത്യയെ കാണും. സംഘപരിവാറിന് അങ്ങനത്തെ ഇമോഷൻസ് ഇല്ല. അതിന് ആരാധനാലയങ്ങളോടും ഇമോഷനില്ല, പശുവിനോടുമില്ല, ഒരു ബിംബത്തോടുമില്ല. അവർക്കെല്ലാം ടൂളാണ്. എന്തിന്? ദലിതനെ ആക്രമിക്കാൻ, മുസ്ലിങ്ങളെ ആക്രമിക്കാൻ, ഡിവിഷൻ ഉണ്ടാക്കാനുള്ള ടൂളാണ്. അതുകൊണ്ട് ഇമോഷണലി ഇതൊന്നവരെ ബാധിക്കില്ല. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മുസ്ലിങ്ങൾ തന്നെയും എന്ന് പറയുകയാണ് നമ്മളിതിനെ ദേശീയ മൃഗമാക്കാം. അപ്പോൾ ആക്കാം എന്നല്ലേ പറയണ്ടേ? എന്തെല്ലാം നിയമം ഇവിടെ മാറ്റിയവരവർ. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞവരാണ് ഇവർ. ഇപ്പോൾ പഴയ ഇതിൻ്റെ എല്ലാം പേരുകൾ മാറ്റുന്നവരാണ് ഇവർ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നു. പൗരത്വ നിയമം അതൊക്കെ പോട്ടെ, ഭയങ്കര സങ്കീർണമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ. അവർക്കൊരു പശുവിനെ ദേശീയ മൃഗമാക്കാനാണ് പാട്. ദേശീയ മൃഗമാക്കിയാലുള്ള ഒന്നാമത്തെ കുഴപ്പമെന്ന് ചോദിച്ചാൽ കച്ചവടം നടക്കത്തില്ല. കച്ചവടം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നേരത്തെ എപ്പോഴും പറയാറില്ല, ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടേഴ്സ് ആരാണ്? ഇന്ത്യക്കാരാണ്. ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു മേഖലയാണത്. തോലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഏതാണ്ട് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തോൽ എക്സ്പോർട്ട് ചെയ്യുന്ന, ലെതർ ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന 2ാമത്തെ 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആ 10-50 ലക്ഷം ആൾക്കാർ ആ മേഖലയിലൂടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്നു പോയാൽ ആരാ നിന്ന് പോകുന്നത്? തൊഴിലാളികളുടെ പണി പോട്ടെ, പോകാമെന്ന് വെക്കാം. പക്ഷേ അതിനെല്ലാം ഉടമകൾ വൻകിട കോർപ്പറേറ്റുകളോ വൻ മുതലാളിമാരോ ആണ്. അവരെല്ലാവരും ഭരണകൂടത്തിൻ്റെ ബന്ധുക്കളാണ്. അതുകൊണ്ട് നിർത്താൻ പറ്റുമോ?
പിന്നെ ഈ പറഞ്ഞ പശുവിനെല്ലാം അഴിച്ചുവിട്ട് എവിടെ പോയി ദേശീയ മൃഗമാക്കിയാൽ നേരത്തെ പറഞ്ഞാൽ ഇതിനെ മുഴുവൻ പരിപാലിക്കണം. പശുവിനെ പരിപാലിക്കാൻ മാത്രമേ ഇവിടെ സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും കോടിക്കണക്കിന് പശുക്കളുണ്ട്. തമിഴ്നാട്ടിൽ മാത്രമേ 1 കോടിയോളം പശുക്കളുണ്ട്. തമിഴ്നാട് 13ാം സ്ഥാനത്താണ് പശുക്കളുടെ എണ്ണത്തിൽ. അപ്പോൾ ബാക്കിയുള്ള 12 സംസ്ഥാനങ്ങളിലെ എണ്ണം എടുത്ത് നോക്ക്. ഇതിനെ എല്ലാം കൂടെ പരിപാലിക്കണം. എത്ര കോടിക്കണക്കിന് രൂപ വേണം, എന്തെല്ലാം സംവിധാനം വേണം. പിന്നെ നമുക്ക് ടൈഗറിനെ ഒന്നും പരിപാലിക്കാൻ പറ്റില്ല. കാരണം പശുവിനെ പരിപാലിക്കൽ മാത്രമേ പണി. എല്ലാവരുടെയും പണി അതായിരിക്കും. അപ്പോൾ സർക്കാരിന് അതറിയാം. അപ്പോൾ പശു നന്നായി കാണണമെന്ന്, അത് നല്ല ജീവിത നിലവാരത്തിൽ മുന്നോട്ട് പോകണമെന്ന്, അത് ആദരിക്കപ്പെടണമെന്ന് പറയുന്ന ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആശയത്തിന്മേലൊന്നും പ്രവർത്തിക്കുന്ന ഭരണകൂടമല്ല. ആ ഭരണകൂടത്തിന് പശു ഒരു ആയുധം മാത്രമാണ്. നാളെ പശുവിനെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ കഴിയാത്ത ഒരു പരിസ്ഥിതി രൂപപ്പെട്ടു വന്നാൽ വേറെ ഒരു ഉപാധി അവർ കൊണ്ടുവരും. എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരും. എന്നിട്ട് അതിന്മേലായിരിക്കും ആക്രമണം. അപ്പോൾ ആക്രമിക്കാൻ, അതായത് അപരനെ ആക്രമിക്കണം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് പ്രശ്നം. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ കേവല ഉപാധികൾ മാത്രമാണ് ഇതെല്ലാം. ഇതല്ലെങ്കിൽ മറ്റൊന്ന് അവർ കൊണ്ടുവരും. അത് ശരിയാണ്. ഒരു പക്ഷേ വളരെ നിഷ്കളങ്കമായിട്ട് ചിന്തിക്കുന്ന കുറച്ച് പേരെയൊക്കെ ചിലപ്പോൾ എന്താ യോഗി അങ്ങനെ പറഞ്ഞത്, അതൊരു ദേശീയ മൃഗമാക്കാനുള്ള ചാൻസ് അദ്ദേഹം വേണ്ടെന്ന് വെച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ അതിൻ്റെ ഒരു കള്ളത്തരം മനസ്സിലാക്കുന്ന ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഹിന്ദു സമുദായത്തിൽ ഉണ്ടായേക്കും. ബാക്കി ഈ അക്രമി സംഘമുള്ള തെരുവിലിറങ്ങി നിൽക്കുന്ന വെറി പൂണ്ടവർ, അവരവരുടെ പണി തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ഭരണകൂടവും ഈ ഭരണകൂടം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയവും ഒരു വലിയ മാറ്റത്തിന് വിധേയമാകണം. അല്ലെങ്കിൽ ഈ ഭരണകൂടം തന്നെ മാറണം. ഭരണകൂടം മാറിയോണ്ട് മാത്രം കാര്യമില്ല. ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനമായ പ്രത്യയശാസ്ത്രം 100 വർഷം കൊണ്ട് ഇന്ത്യയിൽ കുത്തിവെച്ചിരിക്കുന്ന ആശയം അത് മാറണം. സമയമെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, സംഘപരിവാറിനെ അവരെ വിദ്വേഷം പരത്താനുള്ള കേവലം ഒരു ടൂൾ മാത്രമാണ് പശു. ഇന്നത് പശു ആണെങ്കിൽ നാളെ മറ്റെന്തെങ്കിലും ആവും.